Hey. നമ്മള് അല്ലേ? Hey. Hey. Yes. Would you mind sitting here? Yeah, sure. Yeah, thanks. Yes, Mumbai Aviation Institute. പേര് ഞാൻ ജാദൂകർന്ന് പറ്റുമല്ലേ? പല്ലവി. പല്ലവി. കൊച്ചിയിലേക്കാണോ? അങ്ങോട്ടേക്കാണല്ലോ ഈ ഫ്ലൈറ്റ് പോകുന്നത്. ഡൽഹിയിൽ എന്താ? ഫ്രണ്ടിനെ കാണാൻ വന്നോ? ഞാനും ഫ്രണ്ട്സിനെ കാണാൻ തന്നെയാ. കോളേജ് റീയൂണിയൻ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ലോങ് ടൈം. ഇതാണ് വിശേഷം. Oh my God. I'm sorry. ഞാൻ എന്താ പറ്റിയത്? ഒരാൾ ആസിഡ് ഒഴിച്ചതാ മുഖത്ത്. ഇത്രയും വിശേഷം പോരെ? സി പല്ലവി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം എല്ലാം പ്രകൃതിയുടെ ഭാഗമാണ്. നമ്മളും ആ താളത്തിനൊത്ത് നമ്മളും ഫ്ലോ ചെയ്തേ പറ്റും. ഇപ്പോ പല്ലവിയുടെ മുഖത്ത് ആസിഡ് വീണമെന്നുള്ളതും പ്രകൃതിയുടെ ഡിസിഷനാണ്. അല്ല, അതൊരു നല്ല കാര്യമൊന്നല്ല പറഞ്ഞത്. ഭയങ്കര പവർ ഡിസിഷനാണ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ കണ്ടുമുട്ടലും പ്രകൃതിയുടെ ഡിസിഷൻ തന്നെയാണ്. ദാറ്റ്സ് മൈ പോയിന്റ്. അങ്ങനെ പ്രകൃതി അയച്ച ദൂതൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, പറയുകയാണ്, പ്രോമിസ് ചെയ്യാണ്. ഇഫ് ദർ ഇസ് എനിത്തിങ് ഐ ക്യാൻ ഡു ടു ഹെൽപ്പ്. വിശാൽ രാജശേഖരൻ വാക്കിന് വിലയുള്ളവനാണ്. എനിക്കതാവണം. ഏത്? അവരെ പോലെ. എയർ ഹോസ്റ്റസ്. അതെ. 12th 7th റാങ്ക്, 200 hours ഫ്ലൈയിങ് എക്സ്പീരിയൻസ്, ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഫ്ലുവൻറ്റ്. സാധിക്കോ? ഈ സൗന്ദര്യം ഇല്ലാത്തവർക്ക് പ്രോമിസ് കൊടുക്കുന്നതിന് മുമ്പേ ശരിക്കും ആലോചിക്കണം. ഇങ്ങോട്ട് അയക്കുന്നതിന് മുമ്പേ പ്രകൃതി അത് പറഞ്ഞെന്നില്ലേ ദൂതനോട്? പ്ലീസ്, എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. പ്ലീസ്. അജയ് കണ്ടില്ലല്ലോ. അവനിപ്പോ ഭയങ്കര ബിസിയാ. ആദ്യത്തെ ബുക്ക് തന്നെ കയറി ഹിറ്റായില്ലേ. കഴിഞ്ഞ ആഴ്ച മുംബൈ എയർപോർട്ടിൽ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്തിരുന്നു. അതുപോലെ നമ്മുടെ ടെസ്സ ഇപ്പൊ ബാംഗ്ലൂരിൽ ഒരു നോൺ ഡിസൈനറാ. അവളുടെ ബുട്ടീക്ക് ഒക്കെ നല്ല പോപ്പുലറാ. ലേറ്റ് ആയാലും ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. Her husband is also a designer അല്ലേ? ഒരു യൂറോപ്യൻ. യാ ആഡം ഫിലിപ്സ്, ഇന്റർനാഷണൽ ഫിഗർ. ടോക്ക് ഓഫ് ദി ഡെവിൾ, ഹിയർ ഷീ കംസ്. That's my husband. Janaki. Hi Tessa. Janaki. How are you? ഞങ്ങൾ ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. ഹായ് ടെസ. Yeah, I'm good. Come, let's go meet him. Hi, how are you? Good. You? I'm good. My husband? Oh, okay. പുള്ളി എന്താ പരിപാടി? പപ്പടത്തിന്റെ ബിസിനസ്സാ. ഏ? ഹാ, പപ്പടത്തിന്റെ മാനുഫാക്ചറിംഗ് കമ്പനി. ഡിസൈനർ അല്ലേ? അപ്പൊ അറിയാഞ്ഞിട്ട് ചോദിച്ചതല്ല. താനെന്താ ഇപ്പോ? എയർലൈൻ, Cloud9. ഓ, തന്റെ ഫാദറിന്റെ എയർലൈൻ. സാലറിഡ് ജോബാണോ അതോ ഇപ്പോഴെങ്കിലും പുള്ളി തന്നെ വിശ്വസിച്ച് എന്തെങ്കിലും ഏൽപ്പിക്കാറുണ്ടോ? അച്ഛൻ പറയും, മകൻ കേൾക്കും. അന്നും അങ്ങനെ തന്നെയായിരുന്നല്ലോ എല്ലാ കാര്യവും. You missed her, man. അന്ന് എല്ലാവരും പറഞ്ഞു മണ്ടത്തരാണെന്ന്. അതാ ഞാൻ. എടാ,
നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആൾക്കാർ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്നുകിൽ അതൊരു ആന മണ്ടത്തരമായിരിക്കും, അല്ലെങ്കിൽ അത് ലോകത്തെ മാറ്റിക്കളയും. ദീപക്, ഞാൻ രാവിലെ ചെന്നൈയിലെത്തും. മീറ്റ് മീ അറ്റ് 10. എന്താ പെട്ടെന്നൊരു ബോർഡ് മീറ്റിംഗ്? ബാക്കിയുള്ളവരൊക്കെ അവിടെ? ശരി, ഇരിക്കെ. ദീപക്, നിനക്കെന്നെ വിശ്വാസമുണ്ടോ? എന്ത് കാര്യത്തിൽ? എന്തിലും. ചില കാര്യത്തിൽ നീ ഓക്കെ, ചിലതില് എന്ന് വെച്ചാൽ ഒന്നിലും ഓക്കെ അല്ലെന്ന്. എന്നല്ലല്ലോ. ഇപ്പോൾ നിന്റെ ഡ്രസ് സെൻസ് അപാരമാണ്. കാറുകളെ പറ്റിയുള്ള നിന്റെ ഒരു അറിവ്, സിനിമയെ പറ്റി നിന്റെ ഒരു നോളജ്. ഒരു പെൺകുട്ടിയുണ്ട്, ഹേ അതല്ല, ബ്രില്യൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ബ്രില്യൻ്റ്. എയർ ഹോസ്റ്റസ് ഇൻ്റർവ്യൂസ് നടക്കല്ലേ, എടുക്കട്ടെ? ഷുവർ, നിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമല്ലേ അത്? അതല്ല, ഇവിടെ എനിക്ക് ഇതിൻ്റെ സപ്പോർട്ട് വേണം. ഞാനായിട്ട് ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്താൽ എല്ലാവർക്കും ഇത് പിടിക്കണമെന്നില്ല. ലാസ്റ്റ് ടൈം ഞാനൊരു സിമ്പിൾ TV ആഡിൻ്റെ ഐഡിയ പറഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായ ബഹളം നിനക്ക് ഓർമ്മയുണ്ടല്ലോ? നമ്മുടെ എയർലൈൻ പറക്കുമ്പോൾ ആകാശത്തുനിന്ന് മാലാക നോക്കിക്കൊണ്ടിരിക്കുന്നല്ലേ? ആ, ഓർമ്മയുണ്ട്. നീ കൂടെ പറഞ്ഞാലേ അച്ഛനും അത് സീരിയസ് ആയിട്ട് എടുക്കുകയുള്ളൂ. ഞാൻ ഒരു മണ്ടനാണെന്നാണല്ലോ പുള്ളിയുടെ വിചാരം. നോക്കാം, ഇതാണ് കുട്ടി. ആത്മവിശ്വാസം, ബോൾഡ്നെസ്, ക്ലാസ്. സത്യം പറ, ഇത് വല്ല പ്രേമം മറ്റോ ആണോ? ഹേ കമോൺ, 4-5 പേരായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു വെച്ചു എല്ലാത്തിനും ആ കണ്ണുകൊണ്ട് കാണരുത്. അപ്പൊ പിന്നെ എന്തിനാ ഇത്ര മുഖവരെയൊക്കെ? ഷീ ഈസ് ഗുഡ്, ലെറ്റ്സ് ടേക്ക് ഹർ. എന്താ കാര്യം വിശാൽ? ബി ക്വിക്ക്. സർ, വിശാൽ ഈ കുട്ടിയെ നമ്മുടെ കമ്പനിയിലെ എയർ ഹോസ്റ്റസ് ആയിട്ട് ഹയർ ചെയ്താൽ കൊള്ളാന്നുണ്ട്. എനിക്കും തോന്നുന്നു ഷീ ഈസ് പെർഫെക്റ്റ് എന്ന്. ആറ്റിറ്റ്യൂഡും ലുക്സും ഉണ്ട്. ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ഹർ. മനുഷ്യന്റെ ബുദ്ധിക്കും സാമർഥ്യത്തിനും പരിധിയില്ലെന്ന് കേട്ടിട്ടുണ്ട്. മണ്ടത്തരത്തിന്റെ കാര്യത്തിലും അതങ്ങനെയാണെന്ന് എല്ലാ ദിവസവും ബോധ്യപ്പെടുത്തി തരുന്നതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അതിന് മകൻ തന്നെ വേണ്ടി വരുന്നു എന്നുള്ളത് എൻ്റെ മിസ്ഫോർച്യൂൺ. ആൻഡ് യു കം ടു മൈ ഓഫീസ്.